എല്ലാവർക്കും നമസ്കാരം. ഒരു സർക്കാർ ജോലി ആഗ്രഹിച്ച് ഒരു കോച്ചിങ് സെന്ററിൽ എത്തുക. 2 വർഷത്തോളം ആ കോച്ചിങ് സെന്ററിൽ പഠിച്ചതിന് ശേഷം റാങ്ക് ലിസ്റ്റിൽ വരിക. എല്ലാവരും ആഗ്രഹിക്കുക റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം ജോലി കിട്ടണേ എന്നുള്ളതാണ്. അങ്ങനെ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടതിന് ശേഷം കാത്തിരുന്ന് കൊറോണ സമയത്ത് ഒരുപാട് ആൾക്കാരെ നിയമിച്ചതിന് ശേഷം എണ്ണം കുറഞ്ഞതുകൊണ്ട് ഒഴിവാക്കിപ്പെട്ടവരാണ്. അങ്ങനെയുള്ള കൂട്ടത്തിലുള്ള ഒരാളിൽ അതിനുശേഷം 38ാമത്തെ വയസ്സെത്തി ഇനി ജോലിയില്ല എന്ന് തീരുമാനിച്ചെടുക്കുന്നത് ഒരു ഭാഗ്യം തേടിയെത്തിയാലോ? അതെ, നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിച്ച് പഠിച്ചിരുന്നെങ്കിൽ ആ വിജയം ഉടനെ തന്നെ തേടിയെത്തിയില്ലെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും അത് നമ്മളെ തേടിയെത്തും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ ക്ഷണിക്കപ്പെടുന്ന അതിഥി. എല്ലാവർക്കും സ്വാഗതം. ഞാൻ അജയൻ, കോർഡിനേറ്റർ, ഇരിട്ടി പ്രഗതി കരിയഡൻസ്. എൻ്റെ പേര് മോനിഷ. കണ്ണൂർ ലോട്ടറി ഡിപ്പാർട്ട്മെന്റിൽ OA ആയിട്ട് വർക്ക് ചെയ്യുന്നു. നമസ്കാരം. മോനിഷയുടെ വീട് എവിടെയാണ്? സ്വന്തം വീട് എവിടെയാണ് മോനിഷ? സ്വന്തം വീട് കാസർഗോഡ് ജില്ലയിൽ വെള്ളരിക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. എങ്ങനെയാണ് വീട്ടിലെ സാഹചര്യം? സ്വന്തം വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അച്ഛനും അമ്മയും അനിയത്തിയും അടങ്ങുന്നതാണ് കുടുംബം. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ഒരു കർഷകനാണ്, കൂടെ ഒരു ബിസിനസ്മാനുമാണ്. അമ്മ ഹൗസ് വൈഫ്. അനിയത്തി എന്ത് ചെയ്യുന്നു? അനിയത്തി BNYS കഴിഞ്ഞ് ഡോക്ടറായി വർക്ക് ചെയ്യുന്നു ബാംഗ്ലൂർ. ഓക്കെ, അപ്പൊ 2 പെൺകുട്ടികളാണ് വീട്ടിലുള്ളത് ഇല്ലേ? അതിനുശേഷം കല്യാണം കഴിച്ചുകൊണ്ടെന്ന് എവിടെയാണ്? കല്യാണം കഴിച്ചുകൊണ്ടുവന്നത് ഉളിക്കൽ, കണ്ണൂർ ഉളിക്കൽ എന്ന. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് കമ്പ്യൂട്ടർ ഫീൽഡിൽ. മോനിഷയ്ക്ക് എത്ര മക്കളാണ്? 2 മക്കള്, ഒരു മോനും ഒരു മോളും. മോനിപ്പം +2ലേക്ക്, മോള് 8ാം ക്ലാസ്സിലേക്ക്. എന്താണ് ഒരു സർക്കാർ ജോലി വേണമെന്നുള്ളൊരു ആഗ്രഹം തോന്നി തുടങ്ങിയ കാരണം? എൻ്റെ കുടുംബത്തിൽ അങ്ങനെ സർക്കാർ ജോലിക്കാരൊന്നും ഇല്ല. എൻ്റെ ഒരു കർഷക കുടുംബമാണ്. അന്നേരം ഹസ്ബൻഡിന്റെ അച്ഛനായിരുന്നു സപ്പോർട്ട്, ഭയങ്കര സപ്പോർട്ടായിരുന്നു. അച്ഛനിങ്ങനെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പം ഓരോ കാര്യങ്ങൾ ഇപ്പം എന്നെ ഇങ്ങനെ ഏൽപ്പിക്കും. അപ്പോൾ കുറേ നാൾ മുമ്പത്തെ കാര്യമൊക്കെ ഞാനിങ്ങനെ ഓർത്ത് പറയുമ്പോൾ അച്ഛൻ പറയും, ഇവർക്ക് നല്ല ഓർമ്മശക്തിയൊക്കെ ഉണ്ട്, നമുക്ക് ഒരു സർക്കാർ ജോലിക്കാരി ആക്കണം. അങ്ങനെ അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഹസ്ബൻഡിന്റെ അച്ഛനാണ്. ഇപ്പൊ അദ്ദേഹം ഇല്ല. അപ്പൊ എന്റെ ഈ വിജയം കാണാനും അദ്ദേഹവും അമ്മയും ഇല്ല, ഹസ്ബൻഡിന്റെ അമ്മയും ഇല്ല. ശരിക്കും പറഞ്ഞാല് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണല്ലോ നമ്മളിങ്ങനെ ഒരു PSC പഠനത്തിന് വേണ്ടി പ്രഗതിയിലെത്തുന്നത്. അതെ. അപ്പോൾ പിന്നെ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്തുകൊണ്ട് പഠിക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോയത്? അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒരു കർഷക കുടുംബം എന്ന് പറയുമ്പം ദിവസവും വീട്ടിലെ പറമ്പിലെ ജോലിക്കാരുണ്ടാവും, പിന്നെ കുഞ്ഞു മക്കളായിരുന്നു ഞാൻ പഠിക്കാൻ വരുന്ന സമയത്ത്. പിന്നെ അത്യാവശ്യം വീട്ടിലെ പണികളെല്ലാം എടുക്കണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ 10 മണിക്ക് ഓടി ക്ലാസ്സിലെത്തും. തിരിച്ചു വന്നു കഴിയുമ്പം ആ സമയത്ത് മക്കളുടെ കൂടെ ഇരുന്ന് പഠിപ്പിക്കേണ്ട സമയമായിരുന്നു. മക്കൾ CBSE-യിലായിരുന്നു. അപ്പോൾ കുറച്ച് കൂടുതൽ സമയം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണമായിരുന്നു. എല്ലാം കഴിയുമ്പോഴത്തേക്ക് ഒരു 10-10:30 ഒക്കെ ആവും. അത് കഴിഞ്ഞ് ഞാനൊരു 12:30-1 മണി വരെ, എപ്പോഴാണോ ഉറക്കം വരുന്നത് അതുവരെ ഞാൻ പഠിച്ചു. നമ്മൾ ഈ PSC ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ 10ാം ക്ലാസ് വരെ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളാണല്ലോ ഭൂരിഭാഗവും നമ്മുടെ പാഠഭാഗങ്ങളായിട്ട് വരാറുള്ളത്. ഇത് വീണ്ടും പഠിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലിപ്പോൾ മക്കളെ പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ പഠിത്തം, നമ്മളൊരു PSC പഠനവും നമ്മുടെ മക്കളെ പഠനവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇതിൽ നമ്മളിവിടെ പഠിച്ച എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ അറിവിലേക്ക് വേണ്ടി പകർന്നു കൊടുക്കാൻ നമുക്ക് ഈ ഒരു പഠനം കൊണ്ട് സാധിക്കാറുണ്ടായിരുന്നു? തീർച്ചയായും ഉണ്ടായിരുന്നു. മക്കളെ പഠിപ്പിക്കാൻ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ്, മാത്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മോനെ നന്നായി പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ലാസ്റ്റ് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കൊരു ജോലി കിട്ടിയില്ല എങ്കിലും ഇതിൽ ഒരുപാട് ഉപകാരപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചു. നമ്മുടെ അറിവ് കൂടി വന്നു. ഇംഗ്ലീഷ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് പ്രഗതിയിൽ വന്നതിന് ശേഷമാണ്. ഓക്കെ. അപ്പോൾ അതിനുശേഷം പിന്നീട് എന്ത് സംഭവിച്ചു? OAയുടെ റാങ്ക് ലിസ്റ്റിൽ എത്രാമത്തെ റാങ്ക് ആയിരുന്നു? 454ാമത്തെ റാങ്ക് ആയിരുന്നു. ഞാൻ പ്രഗതിയിൽ വന്നിട്ട് ആദ്യമായി എഴുതിയ എക്സാമും ഇതാണ്. അത് ശരി. അപ്പോൾ ആ ടൈമിലാണല്ലോ നമുക്ക് ഈ കൊറോണയുടെ പ്രശ്നം വന്നിരുന്നത് ഇല്ലേ? അപ്പോൾ ഒന്ന് ആ സമയത്ത് നിയമനമൊക്കെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ കിടക്കുകയായിരുന്നു ഇല്ലേ? അപ്പോൾ പിന്നീട് അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടും കിട്ടൂല എന്നൊരു തോന്നൽ വന്നു ഇല്ലേ? പിന്നീടാണല്ലോ നമ്മുടെ പ്രഗതിയിലേക്ക് സ്റ്റാഫായിട്ടൊക്കെ വന്നത്. റെഡി അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് കിട്ടുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഒരിക്കലും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. കേസ് കൊടുത്ത കാര്യങ്ങൾ അറിയാമായിരുന്നു, പക്ഷെ കേസിനൊന്നും ഞാൻ പോയിട്ടില്ല. അത് വേറെ കണ്ണൂർ കേരളം മൊത്തമായിട്ട് നടന്നൊരു ഇതായതുകൊണ്ട് നമ്മൾ എല്ലാവരും കൊടുത്തതായിരുന്നു. ഇങ്ങനെ കൊടുത്തു എന്നല്ലാതെ എന്റെ ബാക്കിയൊന്നും അറിയത്തില്ലായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസമാണ് ഇങ്ങനെ കിട്ടി. ഇങ്ങനെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പോ ഏജ് 38ാമത്തെ വയസ്സാണല്ലേ?
അപ്പം എത്രാമത്തെ വയസ്സ് വരെയാണ് മോനിഷയ്ക്ക് പരീക്ഷ എഴുതാൻ പറ്റിയിരുന്നത്? 36 വയസ്സ് വരെ. 36 വയസ്സ് വരെ എഴുതി. പിന്നീട് ഇനി ജോലി ഇല്ല എന്നുവെച്ചാൽ സർക്കാർ ജോലി കിട്ടൂല എന്നുള്ളതിന്റെ ഒടുവിലാണ് പിന്നീട് ആ ലിസ്റ്റിൽ കേസ് അനുകൂലമായി വന്ന് അല്ലേ? എത്ര പേരെയാണ് ആ ലിസ്റ്റിന് ഇപ്പം രണ്ടാമത് എടുത്തിരിക്കുന്നത്? 5 പേരെയാണ് എടുത്തത്. 5ാമതായിട്ടാണ് എനിക്ക്. ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയൊരു ഭാഗ്യമല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ലോട്ടറി അടിക്കുമ്പോഴത്തെ ഒരു അവസ്ഥയാണ്. ഏതാണ് മോനിഷ് കിട്ടിയിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ്? ലോട്ടറി ഡിപ്പാർട്ട്മെന്റ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബമ്പർ. തോമസ് ആൽവ എഡിസന്റെ ഒരു വാക്കാണ്, 99% ഹാർഡ് വർക്കും 1% ഭാഗ്യം എന്നുള്ളത് ഇല്ലേ? അപ്പൊ ഈ 1% ഭാഗ്യം ശരിക്കും മോനിഷയെ സംബന്ധിച്ചുള്ള സംഭവിച്ചു എന്നുള്ളതാണ്. തീർച്ചയായും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും പിന്നെ എൻ്റെ ഹസ്ബൻഡിന്റെ ഭയങ്കര സപ്പോർട്ട്. എന്തായാലും എന്നോട് പറയും, എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ വേണ്ട, കുറെ അറിവ് നേടുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ, അത് മക്കൾക്കായാലും ഉപകാരപ്പെടൂലേ എന്നും പറഞ്ഞ് ഇവിടെ കൊണ്ടാക്കുമായിരുന്നു. ഇപ്പം 2018 എക്സാം എഴുതി പെട്ടെന്ന് കൊറോണ ഒക്കെ വന്ന് അപ്പമാണ് ഹസ്ബൻഡിൻ്റെ അമ്മ സുഖമില്ലാതെ കിടപ്പിലായിപ്പോയി. അപ്പോൾ ഹസ്ബൻഡ് ഒരാൾ മാത്രമേ ഉള്ളൂ. അന്നേരം എനിക്ക് നോക്കാതിരിക്കാൻ കഴിയില്ല എന്നൊരവസ്ഥയിൽ എനിക്ക് പഠനം നിർത്തേണ്ടി വന്നു. ലാസ്റ്റ് 36 വയസ്സിൽ കഴിഞ്ഞ OA ഉണ്ടായിരുന്നു ആ ലിസ്റ്റില്. ആ സമയത്ത് ഹസ്ബൻഡ് പറഞ്ഞു, നീ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, അമ്മേനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാനും നിൽക്കാം. അങ്ങനെ മാഷൊരു 40 ദിവസത്തെ ഒരു ചലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. ആ സമയത്ത് രാവിലെ 9:30 ആകുമ്പോൾ എന്നെ ഇവിടെ കൊണ്ടിറക്കും. എന്നിട്ട് 5 മണി വരെ ഇവിടെ ഇരുന്ന് പഠിക്കും. ശരിക്കും കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ആ കൂടെയുള്ള ഒരാളുടെ സപ്പോർട്ടാണ്. അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിയുന്നതിന് മുന്നേ തന്നെ നമ്മൾ ജോലിയിലെത്തണം വേണ്ടേ? അപ്പം അതുകൊണ്ട് എനിക്ക് എന്താണ് അടുത്ത ഒരു PSC ട്രൈ ചെയ്യുന്ന കുട്ടികളോട് മോനിഷയ്ക്ക് പറയാനുള്ളത്? പ്രഗതിയിൽ വന്നതിന് ശേഷമാണ് PSC ഞാൻ പഠിച്ചിട്ടുള്ളത്. അതിന് മുമ്പ് എനിക്ക് യാതൊരു വിവരങ്ങളും ഇല്ല. എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു തരാനും ആരുമില്ല. ഇവിടെ വന്നതിന് ശേഷം മാഷ് എന്താണോ പറഞ്ഞത് അത് അതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫലം എനിക്ക് ആ 1 വർഷം കൊണ്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വരുന്നവരോടും സ്ഥാപനം എന്താണോ പറയുന്നത്, മാഷ് എന്താണോ പറയുന്നത് അത് അതുപടി, അതിൻ്റെ അകത്ത് കള്ളമൊന്നും ചെയ്യരുത്. അതെന്താണോ അത് അതേപോലെ. നമ്മളിവിടുന്ന് പഠിക്കുന്ന സമയത്ത് ഇമ്പോസിഷനൊക്കെ തരുമ്പോൾ പല ആൾക്കാരും അത് ഭയങ്കരമായി വിമർശിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ വേണ്ടി തിരിച്ചിരുന്ന പല കാര്യങ്ങളും അത് ശരിക്കും ഒരു ഓവർലോഡായിട്ട് ഫീൽ ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെയാണ് സമയമെടുത്ത് പഠിക്കുകയാണെങ്കിൽ തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്? തീർച്ചയായും തീർക്കാൻ പറ്റും. ഞങ്ങൾ ഒരു 5 പേരായിരുന്നു ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി ആയിരുന്നു ചെയ്യുക പഠിക്കാൻ അന്നത്തെ സമയത്ത്. അപ്പോൾ നമുക്കിപ്പം ഓരോ പോർഷൻ ആകുമ്പം നമ്മൾ പേജ് എണ്ണി നോക്കും. എന്നിട്ട് ഇന്ന് ഇത്ര ദിവസം ഇത്ര പേജ് വെച്ചിട്ട് ഞങ്ങൾ എന്തായാലും അത് തീർക്കും. അപ്പോൾ ഒരു ദിവസം പഠിച്ച് ഒരു ഭാഗം എത്തിക്കഴിയുമ്പോൾ നമ്മൾ പറയും രാത്രിയിൽ ഇന്ന ഭാഗം വെറുതെ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരിക. അങ്ങനെ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വന്നിട്ട് പിറ്റേന്ന് അത് പഠിക്കുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ട് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് അത് ആദ്യമേ അവിടെ പഠിച്ചു വെച്ചു. വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അത് പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റി. ഒരാഴ്ച ഞങ്ങൾ ഇതിനു വേണ്ടി മാത്രം അത് സെറ്റാക്കി വെച്ചു. പിന്നെ ഇവിടുത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ 10,000 പ്രീവിയസ് അതും ബൈഹാർട്ടാക്കി വെച്ചു. അപ്പൊ തന്നെ നല്ലൊരു ബേസായി. പിന്നെ നമുക്ക് അറിയാനുള്ള ആഗ്രഹമാണ് അതിനെക്കുറിച്ച്. ഈ 10,000 പ്രീവിയസ് പഠിച്ചു കഴിയുമ്പം നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനൊരു ത്വരയായിരിക്കും. അതങ്ങനെ GK പഠിക്കാൻ വളരെ ഉപകാരമായിട്ട് തോന്നിയിട്ടുള്ളത്. ഈ ജോലി ലഭിച്ചതിന് ശേഷം ഇപ്പോൾ ഈ വൈകിയ വേളയിലാണല്ലോ ഇത് കിട്ടിയത്. അത് കിട്ടൂല എന്ന് വിചാരിച്ചെടുക്കുന്നതാണ് ഇത് കിട്ടുന്നത്. ആ സമയത്ത് വീട്ടിൽ ഉണ്ടായിട്ടുള്ള ഒരു പോസിറ്റീവ് ഫീലിംഗ് എന്താണ് അവരുടെയൊക്കെ പ്രതികരണങ്ങൾ? അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ജോലി കിട്ടി എന്നറിഞ്ഞതിനേക്കാളും കൂടുതൽ ഞാൻ സന്തോഷിച്ചത് ഞാൻ അവരെ പുറത്തുനിന്ന് നോക്കിക്കാണുമ്പോഴായിരുന്നു. എൻ്റെ അച്ഛനായ അമ്മ, ഹസ്ബൻഡ്, മക്കള്. ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും കാണാനുണ്ടായിരുന്നില്ല, പക്ഷെങ്കിൽ അവരാസ്വദിക്കുമായിരുന്നു. അതെനിക്ക് എന്നെ ഇപ്പൊ ജോയിൻ ചെയ്യാൻ കൊണ്ടുപോയത് എല്ലാവരും കൂടിയാ. ഓഫീസിലുള്ളവരെല്ലാം പറഞ്ഞു, ഓ ഇത് കുടുംബം അടക്കമാണല്ലോ വന്നിട്ടുള്ളത്. ലോട്ടറി ഡിപ്പാർട്ട്മെന്റിൽ പോയി ഒപ്പുന്നത് എല്ലാവരും കൂടി ഒരുമിച്ച്. അതുപോലെ അച്ഛന് ഒരു ബിസിനസ്സാണ് വെള്ളരിക്കുണ്ട് ടൗണില്. അപ്പോൾ എത്ര കിലോ ലഡു വാങ്ങിയെന്ന് എനിക്കറിയില്ല. അച്ഛൻ ടൗൺ മുഴുവൻ വിതരണം ചെയ്തു. എൻ്റെ അച്ഛൻ സ്ഥാനാർത്ഥി വിജയിച്ചാൽ കൊടുക്കുന്ന പോലെ. അതെ, കാരണം അവരുടെ വലിയൊരു സ്വപ്നം. അപ്പോൾ അനിയത്തി ഒരു ഡോക്ടറാണ്. അപ്പോൾ കസിൻസ് എല്ലാം പ്രൊഫഷണൽ ഡിഗ്രി എടുത്ത് നല്ല നല്ല ജോലികളൊക്കെ എടുത്തു പോയപ്പം എനിക്ക് വേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടല്ല, എന്നാലും എൻ്റെ മോക്കൊരു ജോലി ഇല്ല എന്ന് പറയുമ്പോൾ അവർക്കൊരു സങ്കടം ഉണ്ടല്ലോ. പക്ഷെ ഇപ്പോൾ അത് എനിക്ക് നേടിക്കൊടുക്കാൻ പറ്റി. മനുഷ്യ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം, മക്കളൊക്കെ ആയതിനു ശേഷമാണ് ഒരു സർക്കാർ ജോലി ആഗ്രഹിച്ച് പ്രഗതിയിൽ എത്തിച്ചേർന്നത്. അപ്പോൾ ശരിക്കും ഈ പഠനം കൊണ്ടുപോകുന്ന സമയത്ത് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിരുന്നോ ഒരു കല്യാണം കഴിയുന്നതിന് മുന്നേ തന്നെ ഇതൊക്കെ പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ? ഇത് ചോദിക്കാനുള്ള കാരണം
ഇന്ന് നമ്മുടെ സ്ഥാപനത്തിലെ എവിടെയായാലും ശരി, ഇന്ന് കോച്ചിങ് മേഖലയിലേക്ക് ഇറങ്ങപ്പെടുന്ന ഭൂരിഭാഗം കുട്ടികളും ഡിഗ്രി കഴിഞ്ഞ ശേഷം വരുന്ന ചെറിയ മക്കളാണ്. അപ്പോൾ അവരോട് എന്താണ് മോനിഷയ്ക്ക് പറയാനുള്ളത്? അവര് നല്ലൊരു സമയത്താണ് ഇങ്ങനൊരു സ്ഥാപനം വന്നതും അവർക്ക് ഇതിൽ പഠിക്കാൻ കിട്ടിയത് അവരൊരു ദൈവ അനുഗ്രഹമായി ഞാൻ കാണുന്നു. കാരണം ഞാനൊരു ഈശ്വര വിശ്വാസി ആയതുകൊണ്ട് തന്നെ താൻ പാതി ദൈവൻ പാതി എന്നാണല്ലോ, അതിലെ ദൈവത്തിൻ്റെ പാതി ദൈവം മാഷിൻ്റെ അടുത്ത് എത്തിച്ചിട്ട് അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. ബാക്കി പകുതി അവർ ചെയ്യുകയേ വേണ്ടുള്ളൂ. അപ്പോൾ അവർക്ക് വീട്ടിൽ ഇപ്പം എല്ലാ ഭർത്താവിൻ്റെ വീട്ടിലും എല്ലാം ഒരുപോലത്തെ സാഹചര്യം ആണെന്നില്ല. അപ്പം നമ്മുടെ വീട്ടിലാകുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സമയമാണ്, ഒരു ഉത്തരവാദിത്തങ്ങളും ഇല്ല. അപ്പം മാക്സിമം നമ്മൾ ആ സമയം നന്നായിട്ട് നമ്മുടെ ജീവിതം വിജയിക്കാൻ വേണ്ടി ഉപയോഗിക്കണം എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു മോനിഷ. ഇനിയും മോനിഷയ്ക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ വിജയങ്ങൾ എപ്പോഴും തേടിയെത്തട്ടെ. നന്ദി. ജോലി നേടിയിരിക്കുന്ന ഓരോ ആൾക്കാരോട് സംസാരിക്കുമ്പോഴും ഓരോ തരത്തിലുള്ള അനുഭവങ്ങളാണ് നമ്മുടെ മുന്നിൽ എത്തിച്ചേരുന്നത്. നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ച് പരിശ്രമിച്ചിട്ടും ലക്ഷ്യം കിട്ടാതിരിക്കുമ്പോൾ തളർന്നു പോകാറുണ്ട്, മനസ്സ് മടുത്തു പോകാറുണ്ട്. പലരുടെ കുറ്റപ്പെടുത്തലുകളും നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒറ്റക്കിരുന്ന് കരഞ്ഞു പോകാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മുടെ പ്രയത്നം സത്യസന്ധവും ആത്മാർത്ഥവുമാണെങ്കിൽ ഒരു നാൾ വിജയം നമ്മളെ തേടിയെത്തും. അങ്ങനൊരു ഉദാഹരണമായിരുന്നു മോനിഷ. എത്ര വൈകിയാലും പരിശ്രമിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് പരിശ്രമിക്കുന്നത് എന്നതല്ലേ നമുക്ക് ഉത്തമം. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.